നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരാഴ്ചയോളമായി നിലനിന്നിരുന്ന അപ്രഖ്യാപിത യുദ്ധവിരാമം അവസാനിച്ചതോടെ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്നു. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ശക്തമായ വ്യോമാക്രമണം പുനരാരംഭിച്ചു. തെക്കൻ ഇറാനിലെ അബു മുസ, കിഷ്, ഖേഷം ദ്വീപുകളിലും പ്രധാന ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷേർ പ്രവിശ്യയിലും ബന്ദർ അബ്ബാസിലും ശക്തമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച പ്രാദേശിക സമയം രാത്രി 8 മണിയോടെയാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാന് നേരെ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ തൊട്ടു മുൻപത്തെ ദിവസം നടന്ന ആക്രമണങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇതെന്ന് US കമാൻഡ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പിന്നാലെ ഇറാനെതിരെ അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിൽ സ്ഥിതി അതീവ ഗുരുതരമാകുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അതീവ ജാഗ്രതയിൽ. ഒരു തെറ്റായ നീക്കം പോലും വലിയ യുദ്ധത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിൽ ലോകം. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണ ശ്രമം നടന്നുവെന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമണം തടഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ സൈന്യത്തിന് ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അതിരൂക്ഷമായ സൈനിക ഏറ്റുമുട്ടൽ ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തെയോ സഖ്യരാജ്യങ്ങളെയോ ലക്ഷ്യമിട്ടുള്ള ഏത് ആക്രമണത്തിനും ശക്തമായ തിരിച്ചടിയുണ്ടാകും എന്നതാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. ഇതിനൊപ്പം ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ സൈനിക ശേഷി എത്തിക്കാനുള്ള നടപടികളും വേഗത്തിലായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ സുരക്ഷ ഇരട്ടിയാക്കി. ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമത്തിന് പിന്നാലെ ഇറാന് നേരെ അതിശക്തമായ തിരിച്ചടിയുമായി അമേരിക്കൻ സൈന്യം രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡ് സെന്ററുകൾ, മിസൈൽ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, നാവിക താവളങ്ങൾ എന്നിവയുൾപ്പെടെ ഡസൻ കണക്കിന് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ US വ്യോമസേനയും നാവികസേനയും ബോംബാക്രമണം നടത്തി. അമേരിക്കൻ പടക്കപ്പലുകളും അത്യാധുനിക പോർവിമാനങ്ങളും പങ്കെടുത്ത തിരിച്ചടി 2 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. ഇറാന് കനത്ത പ്രഹരം നൽകുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു US സെൻട്രൽ കമാൻഡ് മേഖലയിൽ വ്യോമാക്രമണ തരംഗം തന്നെ അഴിച്ചുവിട്ടത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മാസങ്ങളായി തുടരുകയാണ്. ഇറാൻ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇറാനുമായി ബന്ധമുള്ള സായുധ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ അമേരിക്ക വലിയ ഭീഷണിയായി തന്നെയാണ് കാണുന്നത്. അമേരിക്കയുടെ വിലയിരുത്തൽ പ്രകാരം ഇത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ മധ്യപൂർവേഷ്യയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം നൽകുന്ന വിവരമനുസരിച്ച് തെക്കൻ ഇറാനിലെ ഖേഷം ദ്വീപിലെ നഗരത്തിനുള്ളിൽ 3 വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു. മിസൈൽ ഒരു ജനവാസ കേന്ദ്രത്തിലാണ് പതിച്ചതെന്ന് പ്രദേശവാസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രമായ ഖേഷം ദ്വീപിൽ US നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 3 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ദ്വീപിലെ പാർപ്പിട സമുച്ചയത്തിന് മുകളിലാണ് US മിസൈലുകൾ പതിച്ചത്. ആക്രമണത്തിൽ ഒരു ദമ്പതികളും അവരുടെ 2 വയസ്സുള്ള കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ദ്വീപിലെ ചാവത് തങ്കു മേഖലയിലെ ജനവാസ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചതിനെ തുടർന്ന് നിരവധി വീടുകൾ തകരുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഖേഷിനു പുറമെ തെക്കു പടിഞ്ഞാറൻ നഗരങ്ങളായ അബാദാൻ, അഖ്വാസ്, ബുഷെഹർ, ഫാഴ്സ് പ്രവിശ്യ, വടക്കു പടിഞ്ഞാറൻ ബുസേസ്താൻ പ്രവിശ്യ എന്നിവിടങ്ങളിലും ശക്തമായ സ്ഫോടനങ്ങൾ നടന്നു. ഇറാന്റെ ഏക ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷേർ പ്രവിശ്യയിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്തു. ഖേഷം ദ്വീപിലെ സാധാരണക്കാരുടെ മരണത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു. അമേരിക്കൻ ഭീഷണികൾ തുടരുന്നിടത്തോളം കാലം ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിരോധ നടപടികളും തുടരുമെന്ന് IRGC വ്യക്തമാക്കി. തെഹ്റാനെതിരെയുള്ള ഭീഷണി അമേരിക്കൻ അധികൃതർ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കി സൗദി അമേരിക്കൻ സേനകൾ സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 4 IRGC അംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ സൈന്യത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായാണ്
ഈ ഹെവി വേവ് ആക്രമണം നടത്തിയതെന്നാണ് US വ്യക്തമാക്കുന്നത്. ഇറാന്റെ കമാൻഡ് സെന്ററുകൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് സെന്റ്കോം അറിയിച്ചു. ജോർദാനിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ നീക്കങ്ങൾക്ക് തങ്ങൾ ഇനിയും കനത്ത പ്രത്യാഘാതം നൽകുമെന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ ഭാഗത്തുനിന്നും അവരെ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളിൽ നിന്നും അമേരിക്കൻ സൈന്യത്തിനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും നേരെ ഉയരുന്ന ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഈ തിരിച്ചടിയുടെ ലക്ഷ്യമിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. മേഖലയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ശക്തമായ സൈനിക നടപടികൾ തുടരുമെന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സംഘർഷം അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് കുവൈറ്റിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. വടക്കൻ കുവൈറ്റിൽ ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു പ്രവാസി തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് ഗുരുതരമായ ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംഭവസ്ഥലത്ത് കുവൈറ്റ് അധികൃതർ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ സൗദ് അബ്ദുൽ അസീസ് അൽ ഉദൈബി അറിയിച്ചു. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി കണിശമായ സുരക്ഷാ മുൻകരുതലുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യോമസേനയും സുരക്ഷാ വിഭാഗങ്ങളും മറ്റു ബന്ധപ്പെട്ട അധികൃതരുമായി ചേർന്ന് ഉയർന്ന ജാഗ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരും വിദേശികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും സായുധ സേന തങ്ങളുടെ ദൗത്യം പൂർണ്ണ സജ്ജമായി തുടരുമെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മേഖലയിൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങൾ കടുക്കുന്നതിനിടെ അയൽരാജ്യമായ കുവൈറ്റിലെ വിദേശ കമ്പനിക്ക് നേരെ ഉണ്ടായ സംഭവം പശ്ചിമേഷ്യയിൽ കൂടുതൽ നയതന്ത്ര തലത്തിലുള്ള ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രവാസി തൊഴിലാളിയുടെ മരണം കുവൈറ്റിലെ മലയാളി സമൂഹം അടക്കമുള്ള വിദേശികൾക്കിടയിലും ഭീതി പടർത്തിയിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ആക്രമണം രൂക്ഷമായതോടെ ഗൾഫ് മേഖല വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധഭീതിയിലായി. നയതന്ത്ര തലത്തിൽ സംഘർഷം ലഘൂകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ അസ്വസ്ഥതകളും അമേരിക്കയുടെ ശക്തമായ തിരിച്ചടിയും ആഗോള സാമ്പത്തിക മേഖലയെയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ ഈ സാഹചര്യം കാരണമായേക്കും. കൂടുതൽ കടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന് ഇരുപക്ഷവും മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഏതു നിമിഷവും കൂടുതൽ വലിയൊരു പ്രാദേശിക യുദ്ധമായി മാറും എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. പ്രമുഖ അന്താരാഷ്ട്ര വാണിജ്യപാതയായ ഹോർമുസ് കടലിടുക്കിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നുണ്ട്. ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 3 എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ടതായി IRGC നാവികസേന അവകാശപ്പെട്ടു. കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിനായി ഒമാൻ മുന്നോട്ടുവച്ച യാത്രാപാത നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞു. ഇതുവഴിയുള്ള ട്രാൻസിറ്റുകൾക്ക് നികുതി ഈടാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ മൈൻ നീക്കം ചെയ്യൽ നടപടികൾ ഇറാൻ തന്നെ നടത്തുമെന്നും ഒമാനോ യൂറോപ്യൻ രാജ്യങ്ങളോ ഇതിൽ ഇടപെടുന്നത് അനുവദിക്കില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ ശക്തികൾ മൈൻ നീക്കം ചെയ്യാൻ തുനിഞ്ഞാൽ അവയെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. മേഖലയിൽ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്ന മധ്യസ്ഥ രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നതാണ് നിലവിലെ സംഭവവികാസങ്ങൾ. ഒരാഴ്ച നീണ്ടുനിന്ന അപ്രഖ്യാപിത വെടിനിർത്തൽ ഇരുപക്ഷവും ലംഘിച്ചതോടെ വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ വ്യാപിച്ച് മറ്റു മേഖലകളിലേക്കും പടരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. വ്യോമാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലുള്ള വിദേശ രാജ്യങ്ങളിലെ എംബസികൾ തങ്ങളുടെ പൗരന്മാർക്ക് ആവശ്യമായ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കാനും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശിക്കുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.